ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒബിയുടെ ബേസിക് അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും ഒബിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന രണ്ട് ഫണ്ടമെൻ്റൽ അസംഷൻസിൻ്റെ ബേസിലാണ്. ഒന്ന് നേച്ചർ ഓഫ് പീപ്പിളും രണ്ട് നേച്ചർ ഓഫ് ഓർഗനൈസേഷനും. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ എന്തൊക്കെ അസംഷൻസ് ആണ് ഒബി ഫോം ചെയ്യാനുള്ള റീസൺ നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്ന അസംഷൻ അബൌട്ട് നേച്ചർ ഓഫ് പീപ്പിൾ, അവിടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ബേസിൽ എന്താണ് ഒബിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം എന്ന് പറയുമ്പം ഒരുപാട് ജോലിക്കാരുണ്ടാവും. പക്ഷെ അവരെല്ലാവരും ഒരു പൊതു തത്വം എന്ന് പറയുന്നത് നോ ടു ഇൻഡിവിജ്വൽസ് ആർ എലൈക്ക്. ഒരിക്കലും രണ്ട് വ്യക്തികൾ ഒരുപോലെ ആവില്ല. അവരുടെ ബിഹേവിയറും അതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. ഓർഗനൈസേഷൻ ബിഹേവിയറിൽ പ്രധാനമായിട്ടും പറയുന്ന ഓരോ ഇൻഡിവിജ്വലും മറ്റൊരാളിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ്. ആ ഡിഫറൻസ് ഏതൊക്കെ തരത്തിലായിരിക്കാം? അവരുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കാം, ഇൻ്റലിജൻസിൻ്റെ കേസിൽ, പെർസെപ്ഷൻ്റെ കേസിൽ, പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്, ആപ്റ്റിറ്റ്യൂഡ്, ഇമോഷൻ, ലേണിംഗ് കാപ്പബിലിറ്റി, കമ്മ്യൂണിക്കേറ്റീവ് എബിലിറ്റി. അതായത് ഒരു വ്യക്തിക്കുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒരിക്കലും അതേപോലെ വേറൊരു വ്യക്തിക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതായത് എല്ലാവരും തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. പല കാഴ്ചപ്പാട്, പല ബുദ്ധിവിശേഷം, പലതരത്തിലുള്ള പേഴ്സണാലിറ്റികൾ, പല ആറ്റിറ്റ്യൂഡുകളൊക്കെ ഉള്ള ആളുകളാണെന്നുള്ളതാണ് പറയുന്നത്. സോ എവ്രി പേഴ്സൺ ഈസ് ഡിഫറെൻറ്റ് ഫ്രം അനദർ ഇൻ ദെയർ അപ്രോച്ച്, ആറ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി, ട്രേറ്റ്, ഇൻ്റലിജൻസ് ആൻഡ് കോമ്പിറ്റൻസി എക്സെട്ര. അപ്പോൾ പീപ്പിളുടെ ബേസിൽ വരുന്ന ഒന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് എല്ലാം ഡിഫറൻസോടുകൂടി ഉള്ളവരാണ്. രണ്ടാമത്തത് എ ഹോൾ പേഴ്സൺ. ഓർഗനൈസേഷൻ ബിഹേവിയർ അസ്യൂം ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇൻഡിവിജ്വൽ ഷുഡ് ബി കൺസിഡർ ആസ് ഒരു മുഴുവനായിട്ടൊരു വ്യക്തി എന്നാണ് കണക്കാക്കുന്നത്. വി കനോട്ട് സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ സൈക്കോളജി, ബിലീവ്സ്, വാല്യൂസ്, ആറ്റിറ്റ്യൂഡ് ഫ്രം ഫിസിക്കൽ വർക്ക് സെറ്റിങ്സ്. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് ജോലിക്ക് പോകുന്നു, അപ്പോൾ അവിടുത്തെ പല കാര്യങ്ങളും പല രീതികളോടും നമുക്ക് ചിലപ്പം പൊരുത്തപ്പെടാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതെന്തുകൊണ്ടാണ്? എന്തൊക്കെ തന്നെ വന്നാലും ആ ഒരു മുഴുവൻ വ്യക്തി എന്ന് പറയുമ്പം നമ്മുടെ സൈക്കോളജിയോ ബിലീഫോ വാല്യൂസിനൊന്നും വേർതിരിച്ച് ഒരു ഫിസിക്കൽ വർക്ക് സെറ്റിങ്ങുമായിട്ട് വേർതിരിച്ച് പറയാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഒരാളെ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യണം. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദെയർ സ്കിൽസ് വിച്ച് ഗെറ്റ് ഹയേർഡ്, റാദർ ദെയർ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. ചിലപ്പോൾ അവരുടെ സ്കില്ലൊന്നും നോക്കിയിട്ടാവില്ല, അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടും അവരുടെ ലൈക്സും ഡിസ്ലൈക്കും ഹാബിറ്റും ഹോബിയും ഒക്കെ നോക്കിയിട്ടായിരിക്കാം അയാളെ ചിലപ്പോൾ ഹയർ ചെയ്തിട്ടുണ്ടായിരിക്കാം. എംപ്ലോയീസ് പ്ലേ മെനി റോൾസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ഫേം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസിന് പലതരത്തിലുള്ള റോളുകൾ അവിടെ ഇൻസൈഡ് ആണെങ്കിലും ഔട്ട്സൈഡ് ആണെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ഹോൾ പേഴ്സൺ ക്യാൻ ബി ഇംപ്രൂവ്ഡ്, ദെൻ ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ ഒരു വ്യക്തിനെ മുഴുവനായി നമ്മൾ വാർത്തെടുക്കുക എന്ന് പറയുമ്പം അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ തന്നെയാണ് ഒരു ഓർഗനൈസേഷനും അത് നല്ലതായിട്ട് ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഡിഫറൻസിന് ഇവിടെ പറയുന്നുണ്ട്. ആ ബേസിക് അസംഷൻ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് രണ്ടായിട്ട് ഡിവൈഡ്, ഒന്ന് പീപ്പിളുടെ ബേസിലും ഒന്ന് ഓർഗനൈസേഷൻ്റെ ബേസിലും. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു. ഇപ്പോൾ നേച്ചർ ഓഫ് പീപ്പിളിൻ്റെ ബേസിൽ ഒന്ന് ഇൻഡിവിജ്വൽ ഡിഫറൻസുകൾ പറഞ്ഞു, രണ്ടാമത്തെ ഹോൾ പേഴ്സൺ എന്നുള്ള അസംഷൻ്റെ ബേസിൽ പറഞ്ഞു, മൂന്നാമത്തെ സെലക്റ്റീവ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ബൈ ഇൻഡിവിജ്വൽസ് ഓർഗനൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ദെയർ സെൻസറി ഇംപ്രഷൻ ഇൻ ഓർഡർ ടു ഗിവ് മീനിങ് ടു ദ എൻവയോൺമെൻറ്റ്. ഓരോ കാര്യത്തിനെയും നമ്മളിങ്ങനെ നോക്കിക്കാണുന്നു, നമ്മൾ നമ്മുടെ കണ്ണുകളിലൂടെ നമ്മുടെ വാക്കുകളിലൂടെയാണ് അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അതേ കാര്യം വേറൊരാൾ പറയുമ്പോൾ അത് വേറെ തരത്തിലായിരിക്കും. അപ്പോൾ പെർസെപ്ഷൻ എന്ന് പറയുന്ന ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഓൺ വ്യൂ, നമ്മളുടെ കാഴ്ചപ്പാട്, സ്വന്തമായിട്ടുള്ള കാഴ്ചപ്പാടായിരിക്കും. അപ്പോൾ ഓരോ പേഴ്സണും എന്താണ്? യുണീക്കാണ്. കാരണം ഡിഫറെൻ്റ് ആണ്. ഞാൻ ചിന്തിക്കുന്ന പോലെയോ ഞാൻ കാണുന്ന പോലെയോ ഞാൻ ഓർഗനൈസ് ചെയ്യുന്ന പോലെയോ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന പോലെയോ ഒന്നും അല്ല വേറൊരാൾ ചെയ്യുന്നത്. അപ്പോൾ അതൊരു സെലക്റ്റീവ് പെർസെപ്ഷൻ്റെ ബേസിലാണ് പറയുന്നത്. മോട്ടിവേറ്റഡ് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ എംപ്ലോയീസ് നല്ലൊരു മോട്ടിവേഷൻ അവിടെ കൊടുക്കണം. കാരണം ആ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ചില കാര്യങ്ങൾ ചെയ്ത് കിട്ടാനുള്ള അവരുടെ വില്ലിങ്നെസ് ആണ്. നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ അതേ സമയം തന്നെ അവരുടെ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യണം. എന്നാൽ മാത്രമാണ് ഓർഗനൈസേഷൻ്റെ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ എംപ്ലോയീസും എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്? അവരുടെ ഒരു മോട്ടിവേറ്റഡ് ബിഹേവിയർ ആണ് ഫ്രം മാനേജർ നീഡ്സ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ഹൗ എംപ്ലോയീസ് ക്യാൻ ബി മോട്ടിവേറ്റഡ് ഫോർ ബെറ്റർ പെർഫോമൻസ്. ഒരു നല്ല മാനേജർ ആണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റണം അവിടുത്തെ എംപ്ലോയീസിനെ എങ്ങനെ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം, അവർ ഏത് രീതിയിൽ മോട്ടിവേറ്റ് ചെയ്താലാണ് അവരുടെ ആ ഫുൾ പെർഫോമൻസ് നമുക്ക് എടുക്കാൻ പറ്റുക എന്നുള്ളത് അറിയണം. അപ്പോൾ മോട്ടിവേഷൻ ശരിക്കും ഒന്ന് ടേൺ ചെയ്ത് വരുമ്പോൾ നല്ലൊരു പവറായിട്ട് അത് മാറുകയാണ്. ഓർഗനൈസേഷനെ
നല്ല രീതിയിൽ അത് ഇഫക്റ്റീവായിട്ട് റൺ ചെയ്യാനുള്ള ഒരു ഊർജം തന്നെയാണ് നല്ല രീതിയിൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവിടെ എംപ്ലോയീസിൽ നിന്ന് നമുക്ക് കിട്ടുന്നതെന്നുള്ളതാണ് പറയുന്നത്. അതാണ് മോട്ടിവേറ്റഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് വാല്യൂ ഓഫ് ദ പേഴ്സൺ. വാല്യൂ ഓഫ് ദ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ എക്സ്പെക്ട് ദാറ്റ് ദേ വിൽ ബി ട്രീറ്റഡ് ഡിഫറെൻ്റ്ലി ഫ്രം അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഓരോ വ്യക്തികൾക്കും തോന്നണം, ഞാൻ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എന്നെ അവിടെ ഒരു മെഷീൻ പോലെയാണോ അവർ കണക്കാക്കണം, അതോ അവിടെ ഒരു അസറ്റായിട്ട് ഞാനില്ലെങ്കിൽ പറ്റില്ല എന്ന് സ്ഥാപനത്തിന് തോന്നുന്ന അവസ്ഥയിലാണോ അവർ നമ്മളെ നോക്കി കാണുന്നത് എന്നുള്ളത് അറിയാം. അത് നമ്മുടെ വാല്യൂ ആണ് അവിടെ കാണിക്കുന്നത്, നമ്മുടെ ഒരു മൂല്യം. നമ്മൾ എന്ന വ്യക്തിക്ക് സ്ഥാപനം നൽകുന്ന ഒരു സ്ഥാനം എന്താണെന്നുള്ളത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ പോലെ തന്നെയാണോ എന്നെയും കണക്കാക്കുന്നത് എന്നുള്ളത് പറയാം. ദേ വാണ്ട് ടു ബി ട്രീറ്റഡ് വിത്ത് കെയറിങ്. കാരണം അവിടെയുള്ള എംപ്ലോയിക്ക് അറിയാൻ പറ്റണം അവരെ കെയർ ചെയ്യുന്നുണ്ടോ, റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, ഡിഗ്നിറ്റി കൊടുക്കുന്നുണ്ടോ. OB അസ്യൂം ചെയ്യുന്നത് പീപ്പിൾ ആർ മോർ വാല്യുബിൾ. നമ്മളെപ്പോഴും OBയിൽ പറയുന്നത് അവിടെയുള്ള എംപ്ലോയീസിനാണ് നല്ല വാല്യൂ കൊടുക്കേണ്ടത്. ആൻഡ് ഡിഫറെൻറ്റ് ദാൻ നോൺ ലിവിങ് തിങ്സ്. നമ്മൾ ഇടപെടുന്നത് എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനം നടത്തുമ്പോൾ അവിടെ ജീവനക്കാരും ഉണ്ട്, ഒപ്പം തന്നെ അതൊക്കെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുള്ള മെഷീനറീസും ഉണ്ട്. അപ്പം ജീവനക്കാരെ മെഷീനറികളായി കാണുന്ന എംപ്ലോയേഴ്സ് ഉണ്ട്, അതല്ലാണ്ട് അവരെ അവരായി തന്നെ കാണുന്ന എംപ്ലോയേഴ്സും ഉണ്ട്. അപ്പോൾ അവർക്കത് ഫീൽ ചെയ്യണം, എങ്ങനെ ഒരു മെഷീനോട് ഉപമിക്കുകയാണോ അവരെ, അല്ലെങ്കിൽ ഒരു നോൺ ലിവിങ് തിങ്സിനോടാണോ അവർ കണക്കാക്കുന്നത്. എംപ്ലോയീസ് ഷുഡ് നോട്ട് ബി ട്രീറ്റഡ് ഓൺലി എക്കണോമിക് ടൂൾസ്. ഒരിക്കലും ഒരു എക്കണോമിക് ടൂൾസ് മാത്രമായിട്ട് അവരെ കാണരുത് എന്നുള്ളതാണ് പറയുന്നത്. Next, desire for involvement. Today, many employees want to be involved in decision making and to contribute their talents and ideas to the organization's success. Desire for involvement പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും പ്ലാനിങ് നടക്കുന്ന എവിടെ, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലാണ്. അതിൽ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതായത് പല ചർച്ചകളിലും ഏറ്റവും താഴേക്കിടയിലുള്ള എംപ്ലോയീസിനെ വരെ ഉൾപ്പെടുത്തേണ്ട, അറ്റ്ലീസ്റ്റ് അവരെ റെപ്രസെൻറ്റേറ്റീവിനെങ്കിലും ഉൾപ്പെടുത്തേണ്ട ചില സാഹചര്യങ്ങൾ. എന്തിനു വേണ്ടിയിട്ടാണ്, അവരെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നു എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത് അവരുടെ കൂടി സ്ഥാപനമാണ് എന്ന് തോന്നുമ്പോഴാണ് അവർ നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഇന്ന് പല എംപ്ലോയീസിനെ അങ്ങനെ ഉൾപ്പെടുത്തുമ്പോൾ അവരുടെ കുറേ ടാലൻ്റ് ഉള്ളവരുണ്ടാവും, ഐഡിയാസ് ഉണ്ടാവും, അതെല്ലാം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ്റെ നീഡ്സ് എന്താണ്, കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. നല്ല രീതിയിൽ രണ്ട് പേർക്കും നല്ല സഹായകമാണ്, എംപ്ലോയർക്കും എംപ്ലോയിക്കും നല്ല മീനിങ് ഫുൾ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുന്ന രീതിയിലേക്ക് അത് കൺവേർട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇൻഡിവിജ്വൽസ് എല്ലാം എന്തുണ്ട്, അവർക്ക് ആ വർക്കിൽ ഇൻവോൾവ് ചെയ്യണമെന്നുണ്ട്. ദേ വാണ്ട് ടു ഷോ ദെയർ. എന്തിനു വേണ്ടിയാണ് ചെയ്യുമ്പോൾ, അപ്പോൾ പല വ്യക്തികളുടെയും നല്ല ക്രിയേറ്റിവിറ്റിയും അവരുടെ സ്കില്ലും എഫിഷ്യൻസിയും എല്ലാം അവർക്ക് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഓരോ പീപ്പിളിൻ്റെയും ക്യാപ്പബിലിറ്റീസ്, ടാസ്ക് പെർഫോമൻസ്, അവർ റോൾ ഫുൾഫിൽമെൻറ്റ്, മീനിങ് ഫുൾ കോൺട്രിബ്യൂഷൻ, അതൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മുടെ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ OBയുടെ അസംഷൻ എന്ന് പറയുമ്പം ഒന്ന് പീപ്പിൾ വൈസും ഉണ്ട്, ഒന്ന് ഓർഗനൈസേഷൻ വൈസും. പീപ്പിൾ വൈസ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാവാം, ഹോൾ പേഴ്സണായിട്ട് ട്രീറ്റ് ചെയ്യുക, സെലക്റ്റീവ് പെർസെപ്ഷൻ ആയിരിക്കും, മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ കൊണ്ടുവരിക, വാല്യൂ ഓഫ് ദ പേഴ്സൺ കൊടുക്കുക, ഡിസയർ ഫോർ ദ ഇൻവോൾവ്മെൻറ്റ്. ഇത്രയാണ് അതിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് അസംഷൻ എന്ന് പറയുന്നത്, നേച്ചർ ഓഫ് ഓർഗനൈസേഷൻ്റെ ബേസിൽ. ഏത് തരത്തിലുള്ള ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാ ഓർഗനൈസേഷനും നടപ്പിൽ വരുത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ആ ഓർഗനൈസേഷൻ്റെ സ്വഭാവത്തിനനുസരിച്ചാണ് അവിടെ വരുന്ന ചില അസംഷൻസും വരുന്നത്. സോഷ്യൽ സിസ്റ്റം എന്നാണ് പറയുന്നത്. ഓർഗനൈസേഷൻ ഇപ്പോഴും ഒരു സൊസൈറ്റിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നതും പല ഫാക്ടേഴ്സിനെയും പല ലോസിനെയും ബേസ് ചെയ്തിട്ടാണ്. സോഷ്യലായിട്ടും സൈക്കോളജിക്കലായിട്ടുള്ള ലോസിനെ ബേസ് ചെയ്തിട്ടാണ്. ഓർഗനൈസേഷണൽ ബിഹേവിയർ അസ്യൂം ചെയ്യുന്നതും എന്താണ്, അവർ സോഷ്യൽ സിസ്റ്റത്തിനോട് ഓപ്പൺ എന്നുള്ളതാണ്. ദീസ് സിസ്റ്റം അഫക്റ്റ് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ. നമ്മൾ OB സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ പറഞ്ഞത് എന്താണ്, ഹ്യൂമൻ്റെ ബിഹേവിയർ ഒരു സ്ഥാപനത്തിന് പുറത്തും അകത്തും എന്നതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യലാണല്ലോ. മറ്റേ വർക്ക് പ്ലേസിലുള്ള എംപ്ലോയീസിൻ്റെ ബിഹേവിയറിനെ തന്നെയാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു സോഷ്യൽ സിസ്റ്റം ആയിരിക്കും. മ്യൂച്വാലിറ്റി ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത്. എപ്പോഴും മ്യൂച്വലായിട്ട് പരസ്പരം, അതായത് ഇൻഡിവിജ്വലിൻ്റെ താല്പര്യങ്ങളും ഉണ്ടാവും അവിടെ, ഓർഗനൈസേഷൻ്റെ താല്പര്യങ്ങളും ഉണ്ടാവും. ഇത് രണ്ടും കൂടി ഒത്തുപോകണം. കാരണം എംപ്ലോയി ജോലി ചെയ്യുന്നത് അവർക്ക് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാക്കാനാണ്. പക്ഷെ ആ വരുമാനം ഉണ്ടാക്കുമ്പം അവർക്ക് കുറച്ച് റോൾസും എല്ലാം അവിടെ കൈകാര്യം ചെയ്യണം. അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് ഇതിന് വേണ്ട, ഓർഗനൈസേഷൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോൾ അച്ചീവ് ചെയ്യാനും കൂടിയിട്ടാണ്. അപ്പോൾ ഓർഗനൈസേഷന് ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ആരിലൂടെ പറ്റുള്ളൂ, എംപ്ലോയിയിലൂടെ. എംപ്ലോയി നന്നായി കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ
അവർക്കും ആ ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗം തോന്നണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും താല്പര്യങ്ങളെ ഒരുമിച്ച് പോകുമ്പോഴാണ് ആ ഒരു കാര്യം അവിടെ ഉണ്ടാവുന്നത്. ഇൻട്രസ്റ്റ് എപ്പോഴും രണ്ട് ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കണം. ഓർഗനൈസേഷൻ നീഡ് പീപ്പിൾ ആൻഡ് പീപ്പിൾ നീഡ് ഓർഗനൈസേഷൻ. ജനങ്ങൾക്ക് ജോലി വേണമെങ്കിൽ സ്ഥാപനങ്ങൾ വേണം. അപ്പോൾ അവർക്കും നല്ല രീതിയിൽ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. സ്ഥാപനവും അവർക്ക് വേണ്ട കൺസിഡറേഷൻ കൊടുക്കണം. മ്യൂച്വൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു കോമൺ ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്കൽ ഇൻവോൾവ്സ് മോറൽ ഇഷ്യൂസ് ആൻഡ് ചോയ്സസ്. മോറൽ ഇഷ്യൂസും ചോയ്സുകളും. ഇറ്റ് ഡീൽസ് വിത്ത് റൈറ്റ് ഓർ റോങ് ബിഹേവിയർ അബൌട്ട് ഈവൻറ്റ് പീപ്പിൾ ആൻഡ് തിങ്സ്. ചില സന്ദർഭങ്ങൾ, ചില സാഹചര്യങ്ങൾ, ചില വ്യക്തികൾ, ചില തിങ്സ്, അതിനെല്ലാം നല്ല റൈറ്റ് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ടാവും, റോങ് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ടാവും. എത്തിക്കൽ ബിഹേവിയർ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, മോറൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്ട്, ഒരു സൊസൈറ്റി അംഗീകരിച്ചിരിക്കുന്ന ചില നിയമസംഹിതകൾ അതിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു നിയമം പാലിക്കാൻ വ്യക്തിപരമായും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ലെവലിലും നമുക്കത് ഉത്തരവാദിത്തമുണ്ട്. മാനേജറിയൽ എത്തിക്കൽ എന്ന് പറയുമ്പം അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസും ഇന്നതേ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ മാനേജ്മെൻറ്റും ഇങ്ങനെ ചെയ്യാവുള്ളൂ എന്നുള്ളൊരു കോഡ് ഓഫ് കണ്ടക്ട് അവിടെ ഉണ്ടാവും. ഓർഗനൈസേഷൻ എപ്പോഴും അവരുടേതായ റൂൾസും കോഡ് ഓഫ് കണ്ടക്റ്റും വർക്കിംഗ് പ്രൊസീജിയറും സിസ്റ്റവും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് അസംഷൻ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ബേസിലും അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ബേസിലും വരുന്ന അസംഷൻസ്. നെക്സ്റ്റ്, മോഡൽസ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഏതൊക്കെ തരത്തിലുള്ള ഓർഗനൈസേഷണൽ ബിഹേവിയർ ഉള്ളത്? 4 തരത്തിലുള്ള മോഡൽസ് ആണുള്ളത്. ഒന്നാമത് ഓട്ടോക്രാറ്റിക് മോഡൽ. ഓട്ടോക്രാറ്റിക് മോഡൽ പറഞ്ഞാൽ അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അധികാരത്തിനാണ്, പവറിനാണ്. ദ ബേസിസ് ഓഫ് ദിസ് മോഡൽ ഈസ് പവർ വിത്ത് ദ മാനേജറിയൽ ഓറിയൻറ്റേഷൻ ഓഫ് അതോറിറ്റി. അതോറിറ്റിക്കും പവറിനും ഇമ്പോർട്ടൻസ്, അധികാരത്തിനും അതേപോലെ തന്നെ ആ ഒരു ശക്തിക്കും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുമ്പോൾ ഓട്ടോക്രാറ്റിക് ആയി ഒറ്റ ആളുടെ ഇഷ്ടത്തിൽ മാത്രമാണ് കാര്യം. എംപ്ലോയീസ് ഇൻ ടേൺ ആർ ഓറിയൻറ്റഡ് ടുവേർഡ്സ് ഒബീഡിയൻസ് ആൻഡ് ഡിപ്പെൻഡൻസ് ഓൺ ദ ബോസ്. ഈ ഒരു സിറ്റുവേഷനിൽ അവിടുത്തെ എംപ്ലോയീസിന് ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല. അവർ പറഞ്ഞതനുസരിക്കാമെന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അവർ അവരുടെ ബോസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടേ അവിടെ ഇരിക്കുന്നുള്ളൂ. അതേപോലെ അത് ഒബീഡിയൻ്റ് ആയിട്ട് ഇരിക്കുക. എംപ്ലോയി നീഡ് ദാറ്റ് ഇറ്റ് മെറ്റ് ഈസ് സബ്സിസ്റ്റൻസ്, ദ പെർഫോമൻസ് റിസൾട്ട് ഈസ് മിനിമൽ. ഇങ്ങനെ വരുമ്പോൾ അവിടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു മിനിമം ലെവലിൽ മാത്രമായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കസ്റ്റോഡിയൽ ആണ്. ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത, ഇവിടെ എക്കണോമിക് റിസോഴ്സ് വിത്ത് മാനേജീരിയൽ ഓറിയൻറ്റേഷൻ ഓഫ് മണി. ഇവിടെ നമുക്ക് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ഒരു വിഭവശേഷികൾ, എക്കണോമിക് റിസോഴ്സും മാനേജറിയൽ ഓറിയൻറ്റേഷൻ ഉണ്ടായിരിക്കും. എംപ്ലോയീസ് ഇൻ ടേൺ ആർ ഓറിയൻറ്റഡ് ടുവേർഡ്സ് സെക്യൂരിറ്റി ആൻഡ് ബെനിഫിറ്റ്സ് ആൻഡ് ഡിപ്പെൻഡൻസ് ഓൺ ദ ഓർഗനൈസേഷൻ. ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സെക്യൂരിറ്റിക്കാണ്. ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ എംപ്ലോയീസിന് ഫീൽ ചെയ്യണം കുറച്ച് ബെനിഫിറ്റുകളും ഒരു സെക്യൂരിറ്റിയും എല്ലാം ഫീൽ ചെയ്യുന്നു എന്ന് തോന്നുന്ന ഒരു കസ്റ്റോഡിയനായിട്ട്. എംപ്ലോയി നീഡ് ദാറ്റ് it is met is security. പെർഫോമൻസ് റിസൾട്ട് ഈസ് പാസീവ് കോപ്പറേഷൻ. ഇവിടുത്തെ റിസൾട്ട് എന്ന് ആദ്യത്തേൽ മിനിമലാണ്. ഈ ഒരു കേസ് ആകുമ്പോൾ പാസീവ് കോപ്പറേഷനും അത് മുന്നോട്ട് നടന്നു കൊണ്ടുപോകുന്നൊരവസ്ഥ തന്നെ. അപ്പോൾ കുഴപ്പമില്ലാതെ പോവുക എന്ന് മാത്രമാണ് പറയുന്നത്. അവിടെ കുറച്ചുകൂടി സേഫായിട്ട് എംപ്ലോയീസിന് വർക്ക് ചെയ്യാനുള്ള സിറ്റുവേഷൻ വേണം. മൂന്നാമത് സപ്പോർട്ടീവ്. ഇവിടെ ഇതൊരു ലീഡർഷിപ്പിൻ്റെ മോഡലും കൂടിയാണ്. മാനേജറിയൽ ഓറിയൻറ്റേഷൻ ഓഫ് സപ്പോർട്ട്. എംപ്ലോയീസ് അപ്പോൾ ഇതിന് പകരമായിട്ട് എന്താണ്, ഓറിയൻറ്റഡ് ടുവേർഡ്സ് ജോബ് പെർഫോമൻസും പാർട്ടിസിപ്പേഷനും ഉണ്ടാവും. നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്യും, അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എംപ്ലോയി നീഡ് ദാറ്റ് ഇറ്റ് ഈസ് മെറ്റ് ഈസ് സ്റ്റാറ്റസ് ആൻഡ് റെക്കഗ്നീഷൻ. ഈ ഒരു മോഡലിലേക്ക് വരുമ്പോൾ എംപ്ലോയിയുടെ നീഡ് എന്താണ്, അവിടെ സ്റ്റാറ്റസ് ആൻഡ് റെക്കഗ്നീഷൻ. ആദ്യത്തെ മോഡലിൽ അത് പെർഫോമൻസ് മിനിമലാണ്, രണ്ടാമത്തേൽ സെക്യൂരിറ്റി മീറ്റ് ചെയ്യുന്നു, മൂന്നാമത്തെ ഒരു സ്റ്റാറ്റസ് ആൻഡ് റെക്കഗ്നീഷനിലേക്ക് വരുന്നു. ഇവിടെ പെർഫോമൻസ് റിസൾട്ട് എന്താണ്, ഈസ് എ വേക്കൺ ഡ്രൈവ്സ്, ഒന്നുകൂടി ഉഷാറായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് കൊളീജിയൽ. നാലാമത്തെ പോയിന്റിൽ പറയുമ്പോൾ ഈ ഒരു മോഡലിൽ പറയുമ്പോൾ പാർട്ട്ണർഷിപ്പ് ബേസിൽ ഇവിടെ ഒരു ടീം വർക്കായിട്ട് നടത്തുക. അതായത് രണ്ട് കൂട്ടരും ഒരേപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എംപ്ലോയറും എംപ്ലോയീസ് അപ്പോൾ ഇവിടെ വരുന്നത് എന്താ, അവിടെ കൂടുതൽ റെസ്പോൺസിബിൾ ബിഹേവിയറാണ് കാണിക്കുക. കാരണം അവരെല്ലാവരും അതിൻ്റെ ഭാഗം തോന്നുമ്പോൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും അവർ ഏറ്റെടുക്കാൻ റെഡി ആവുന്നു. അപ്പോൾ ഒരു സ്വയം തന്നെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഉണ്ടാവുന്നത്. എംപ്ലോയി നീഡ് ദാറ്റ് ഇറ്റ് ഈസ് മെറ്റ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇവിടെ എത്തുമ്പം എംപ്ലോയി ഏതാണ് മീറ്റ് ചെയ്യുന്നത്, അവരുടെ സെൽഫ് ആക്ച്വലൈസേഷൻ. ഇനി അവർക്ക് ഇനി അതിൻ്റെ അപ്പുറം ഒന്നും ചെയ്യാനില്ല. അവർ മാക്സിമം സ്വയം അതിനെ അങ്ങോട്ട് ആ ഒരു ആക്ച്വലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് വരികയാണ്. അപ്പോൾ പെർഫോമൻസ് റിസൾട്ടും അതുകൊണ്ട് തന്നെയാണ് മോഡറേറ്റ് എൻതൂസിയാസ് ആയിരിക്കും. നല്ല സന്തോഷത്തോടു കൂടിയിട്ട് അവർ ആ ജോബ് ചെയ്യുന്നൊരവസ്ഥയിലേക്കാണ് വരുന്നത്.
അപ്പോൾ ഇതാണ് ഒ ബിയുടെ 4 മോഡൽസ്. ഓട്ടോക്രാറ്റിക് ആയിട്ട് ചെയ്യാം, കസ്റ്റോഡിയൽ ആയിട്ട് ചെയ്യാം, സപ്പോർട്ടീവ് ആയിട്ടും കൊളീജിയലായിട്ടും ചെയ്യാം. അപ്പോൾ ഈ ഒരു 4 മോഡലാണ് ഇവിടെ പറയുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ 2 ടോപ്പിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. ഒന്ന് അസംഷൻസ് ഓഫ് ഒ ബി, അത് നേച്ചർ ബേസിലും നേച്ചർ ഓഫ് പീപ്പിളും നേച്ചർ ഓഫ് ഓർഗനൈസേഷൻ്റെ ബേസിൽ. രണ്ടാമത് നമ്മളെടുത്ത ടോപ്പിക്ക് 4 മോഡൽസ്, ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെ പ്രധാനപ്പെട്ട 4 മോഡൽസ് ഓട്ടോ. അപ്പോൾ ഇതിൽ 4 മോഡൽ പഠിക്കുമ്പോഴും ആ മോഡൽ എന്തിനെ കാണിക്കുന്നു, അവിടെ എംപ്ലോയീസ് എങ്ങനെ ആവുന്നു, അതിൻ്റെ റിസൾട്ട് എന്താണ്, അങ്ങനെ 3 പോയിന്റുകൾ നോട്ട് ചെയ്താൽ മതി അവിടെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്